അവർ പുലർച്ചെയാണ് വന്നത്. ഞാൻ കണ്ണു തുറന്നപ്പോൾ പുറത്ത് ഇരുട്ടായിരുന്നു. എൻ്റെ കട്ടിലിൻ്റെ അരികിൽ ഹോംസ് ഉണ്ടായിരുന്നു. ഉണർന്നെഴുന്നേറ്റ് റെഡിയായിരിക്കുന്ന ഹോംസ്. വാട്സൺ, അദ്ദേഹം വിളിച്ചു. എഴുന്നേൽക്കൂ, നമുക്ക് ഒരു സന്ദർശകയുണ്ട്. അവൾ ആകെ ഭയന്നിരിക്കുന്നു. ഞാൻ ചെല്ലുമ്പോൾ കറുത്ത വസ്ത്രം ധരിച്ച് മുഖം കട്ടിയുള്ള മൂടുപടത്തിന് പിന്നിൽ മറച്ചിരിക്കുന്ന ഒരു യുവതി. തീയുടെ വെളിച്ചത്തിൽ അവരുടെ കൈകൾ വിറയ്ക്കുന്നത് കാണാം. ഹോംസ് അവളെ സൗമ്യമായി സ്വാഗതം ചെയ്തു. നിങ്ങൾ വിറയ്ക്കുന്നുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞു. ഇത് തണുപ്പല്ല, അവൾ മറുപടി പറഞ്ഞു. ഇത് ഭയമാണ്, എന്നെ പിടികൂടിയിരിക്കുന്ന ഭയം. അവളുടെ പേര് ഹെലൻ സ്റ്റോണർ എന്നായിരുന്നു. അവൾ തൻ്റെ രണ്ടാനച്ഛനായ ഡോക്ടർ ഗ്രിംസ്ബി റോയിലറ്റിനോടൊപ്പം സ്റ്റോക്ക് മൊറാൻ എന്ന പഴയ ഒരു തറവാട്ട് വീട്ടിൽ താമസിക്കുകയായിരുന്നു. അയാൾ ഇന്ത്യയിൽ ഒരു ഡോക്ടറായിരുന്നു. അവർ പറഞ്ഞു, മടങ്ങിയെത്തിയതിനു ശേഷം ഞങ്ങളുടെ വളർത്തച്ഛൻ ഡോക്ടർ റോയിലറ്റ് കോപാകുലനും അക്രമാസക്തനുമായ ഒരു മനുഷ്യനായി. ഭീമാകാരനായ ആ മനുഷ്യനെ എല്ലാവർക്കും ഭയമായിരുന്നു. ഒരിക്കൽ ദേഷ്യം വന്ന് അയാൾ ഒരു കൊല്ലനെ അരുവിയിലേക്ക് എടുത്ത് ഒറ്റയൊരേറ്. അയാൾ വരുന്നത് കണ്ടാൽ തന്നെ ഗ്രാമവാസികൾ ഓടിയകന്നു തുടങ്ങി. അയാൾ ഞങ്ങളുടെ സ്ഥലത്ത് ജിപ്സികളെ താവളമടിക്കാൻ അനുവദിച്ചു. സ്വതന്ത്രമായി വിഹരിക്കുന്ന വന്യമൃഗങ്ങളെ, ഒരു ചീറ്റയെയും ഒരു ബബൂണിനെയും വളർത്തി. വേലക്കാരും അതുകൊണ്ട് തന്നെ അധികം തങ്ങിയില്ല. ഞാനും സഹോദരി ജൂലിയയും കൂടിയാണ് വീട്ടുജോലികളെല്ലാം ചെയ്തിരുന്നത്. ഹെലൻ തൻ്റെ സഹോദരിയെക്കുറിച്ച് പറഞ്ഞു. 2 വർഷം മുമ്പ് ജൂലിയ മരിച്ചു. അവൾക്ക് 30 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയായിരുന്നു, ശാന്തനും ദയുള്ളവനുമായ ഒരാളുമായി. അവർ സന്തുഷ്ടരായിരുന്നു. വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കിയായിരുന്നു. എന്നാൽ വിചിത്രമായ എന്തോ സംഭവിക്കാൻ തുടങ്ങി. രാത്രിയിൽ ഒരു താഴ്ന്ന വിസിൽ ശബ്ദം കേൾക്കുന്നതായി അവൾ എന്നോട് പറഞ്ഞു. എപ്പോഴും അർദ്ധരാത്രിയോടടുത്താണ്. അവൾ ഭയന്നിരുന്നു. ഞാൻ അത് ഗൗരവമായി എടുത്തില്ല. ഒരു രാത്രി ഒരു നിലവിളി കേട്ട് ഞാൻ ഉണർന്നു. ഞാൻ ഓടിച്ചെല്ലുമ്പോൾ അവൾ സ്തംഭിച്ച് നിൽക്കുകയാണ്. വിളറിയ മുഖം, ഭയത്താൽ വിടർന്ന കണ്ണുകൾ. പിന്നെ അവൾ കുഴഞ്ഞു വീണു. അവളുടെ ശരീരം വേദനയാൽ വളഞ്ഞു. അവളുടെ ചുണ്ടുകൾ ചലിച്ചു. അവളുടെ അവസാന വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഹെലൻ, അത് ബാൻഡ്, പുള്ളി ബാൻഡ്. അവൾ മരിച്ചു. മുറിവുകളില്ല. മുറി ഉള്ളിൽ നിന്ന് പഴുതുകളില്ലാതെ അടച്ചിരുന്നു. ആരും ഉള്ളിൽ വന്ന ലക്ഷണങ്ങളില്ല, ഉത്തരങ്ങളില്ല. ആരും എന്നെ വിശ്വസിച്ചില്ല. ഹെലൻ വിറയ്ക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു. അവർ അതിനെ ഒരു ഫിക്സായി കണക്കാക്കി. കഠിനമായ എന്തോ ഭീതി കൊണ്ടാണ് സംഭവിച്ചത് എങ്കിലും സ്വാഭാവികമായ മരണം. ഇന്നലെ അർദ്ധരാത്രിയോടടുത്ത് ഞാൻ വീണ്ടും അത് കേട്ടു. അതേ വിസിൽ ശബ്ദം എൻ്റെ മുറിക്ക് പുറത്തുനിന്ന്. ഇപ്പോൾ എൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. ഏതാനും ആഴ്ചകൾ മാത്രമേ ആയുള്ളൂ. അപ്പോഴാണ് ജൂലിയ മരണത്തിന് മുമ്പ് സൂചിപ്പിച്ച അതേ പതിഞ്ഞ വിസിൽ ശബ്ദം. ജൂലിയെപ്പോലെ ഞാനും മരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, അവൾ നിലവിളിച്ചു. ദയവായി മിസ്റ്റർ ഹോംസ്, എന്നെ സഹായിക്കൂ. ഹോംസ് കസേരയിലേക്ക് ചാരിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തിളങ്ങി. നമ്മൾ സ്റ്റോക്ക് മൊറാനിലേക്ക് പോകുന്നു, അദ്ദേഹം പറഞ്ഞു. ആ ദിവസം അവളുടെ രണ്ടാനച്ഛൻ വീട്ടിലുണ്ടാവില്ല എന്ന് അവൾ അറിയിച്ചു. അതാണ് പറ്റിയ അവസരം. വീട് ശൂന്യമായിരിക്കും. ഹെലൻ പോയി കഴിഞ്ഞപ്പോൾ ഹോംസ് ചോദിച്ചു, നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് വാട്സൺ? ഇരുട്ട്, ദുഷ്ടനായ രണ്ടാനച്ഛൻ, ഒരു പൂട്ടിയ മുറി, അസാധ്യമായ മരണം, രാത്രിയിലെ വിസിൽ, ജിപ്സികൾ, മരിക്കുന്ന പെൺകുട്ടിയുടെ അവസാന വാക്കുകൾ, പുള്ളികളുള്ള ബാൻഡ്, ഒന്നും യോജിച്ചു വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ സ്ഥലം കാണേണ്ടത്, ഹോംസ് പറഞ്ഞു. പെട്ടെന്നൊരു ഭീമാകാരനായ മനുഷ്യൻ വാതിൽ തള്ളിത്തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. ഞങ്ങൾക്ക് ആളെ മനസ്സിലായി. ഡോക്ടർ ഗ്രിംസ്ബി റോയിലറ്റ്. തൻ്റെ വളർത്തുമകളുടെ സന്ദർശനത്തെക്കുറിച്ച് ചോദിച്ച് അയാൾ കോപിഷ്ഠനായി. ഹോംസ് ശാന്തനായി കാണപ്പെട്ടു. പിന്നെ ഒരു മുന്നറിയിപ്പ് പോലെ ആ മനുഷ്യൻ ഞങ്ങളുടെ നേരിപ്പോടിലെ കനലുകൾ ഇളക്കുന്ന ഇരുമ്പ് ദണ്ട് പിടിച്ച് മെഴുക് റിബൺ പോലെ വളച്ചു. ശേഷം മുരണ്ടുകൊണ്ട് ഇറങ്ങിപ്പോയി. രസകരം, എനിക്കിത് പരിഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കാം. ഹോംസ് ഒന്നും പറയാതെ പുറത്തേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ കയ്യിൽ കുറേ കടലാസുകൾ. ഡോക്ടറുടെ കോമൺസിൽ നിന്ന് വിവരങ്ങൾ കിട്ടി. വിൽപത്രം വ്യക്തമാണ്, അദ്ദേഹം പറഞ്ഞു. അമ്മ ഓരോ മകൾക്കും അവരുടെ വിവാഹശേഷം പകുതി സ്വത്ത് വീതം എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരിടേണ്ടത് തൻ്റെ സമ്പത്ത് സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന, ഉരുക്ക് വളയ്ക്കാൻ ശേഷിയുള്ള, അക്രമത്തെ ഭയപ്പെടാത്ത ഒരാളാണ്. പറയൂ വാട്സൺ, താങ്കൾ തയ്യാറല്ലേ? ചാരനിറത്തിലുള്ള ഒരു പഴയ മാളികയായിരുന്നു സ്റ്റോക്ക് മൊറാൻ. ഹെലൻ ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. വളർത്തച്ഛൻ വീട്ടിലില്ല എന്ന് അവൾ അറിയിച്ചു. ഞങ്ങൾ സമയം പാഴാക്കാതെ അകത്ത് കടന്നു. ഹോംസ് ജനാലകൾ പരിശോധിച്ചു. തൻ്റെ മുറിയും സഹോദരിയുടെ മുറിയും ഡോക്ടർ റോയിലറ്റിൻ്റെ മുറിയും അവർ ഞങ്ങൾക്ക് കാണിച്ചു തന്നു.
തൻ്റെ മുറിയിൽ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് അവൾ അറിയിച്ചു. അങ്ങനെ അവൾ സഹോദരിയുടെ മുറിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അവിടെ വെച്ചാണ് വിസിൽ ശബ്ദം കേട്ടത്. മുറിയുടെ ജനൽ ഷട്ടറുകൾ ഇരുമ്പായിരുന്നു, ഉറച്ചത്, തകർക്കാൻ അസാധ്യമായത്. ഹോംസ് മുഖം ചുളിച്ചു. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം തെറ്റിയോ? എന്തോ അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയതായി തോന്നി. ജൂലിയയുടെ മുൻമുറിയുടെ ഉൾവശത്ത് വായു പഴകിയിരുന്നു. പ്രായം ചെന്ന ഓക്ക് പാനലുകൾ, ഒരു വിക്കർ കസേര, തുറന്ന വായ പോലെ വിടർന്ന ഒരു അടുപ്പ്. ഹോംസ് പഠിച്ചു, ഓരോ ഇഞ്ചും വിശദമായി പഠിച്ചു. റോയിലറ്റിൻ്റെ മുറി ലളിതമായിരുന്നു. ക്ലിനിക്കൽ വിഷയങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ, ഒരു വലിയ ഇരുമ്പ് സേഫ്, അതിനടുത്തായി പാൽ നിറച്ച ഒരു സോസർ. ഇവിടെ പൂച്ചയില്ലല്ലോ, അത് കണ്ട് ഞാൻ ചോദിച്ചു. ഒരു ചീറ്റയുണ്ട്, മിസ് ടോണർ പറഞ്ഞു. ഹോംസ് പുഞ്ചിരിച്ചു. ഭിത്തിയിൽ കുരുക്ക് പോലെ വളച്ചൊടിച്ചു വെച്ച ചാട്ടവാറിലേക്ക് ഹോംസ് ഇമ വെട്ടാതെ നോക്കി. ഹോംസ് പറഞ്ഞു, മിസ്റ്റർ സ്റ്റോണർ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ ജീവിതം അതിനെ ആശ്രയിച്ചിരിക്കും. വളർത്തച്ഛൻ തിരിച്ചെത്തിയാൽ രോഗിയാണെന്ന് നടിച്ച് രാത്രി നേരത്തെ തന്നെ മുറിയിലേക്ക് പോവുക. മുറിയുടെ ഷട്ടറുകൾ തുറന്ന് ഒരു സിഗ്നൽ ലാമ്പ് വയ്ക്കുക. എന്നിട്ട് രഹസ്യമായി പഴയ മുറിയിലേക്ക് മാറുക. അവളുടെ മുറിയിൽ കയറി ഞാനും ഹോംസും രാത്രി എന്ത് സംഭവിക്കും എന്നറിയാൻ കാത്തിരിക്കും. ഇതായിരുന്നു ഹോംസിൻ്റെ പദ്ധതി. അതനുസരിച്ച് ഞങ്ങൾ ഡോക്ടർ റോയിലറ്റ് വരും മുമ്പേ വീട്ടിൽ നിന്നിറങ്ങി. അടുത്ത് ഒരു സത്രത്തിൽ രാത്രി വരെ തങ്ങി. രാത്രി 11:30 ഹെലൻ്റെ സിഗ്നൽ കണ്ട് ഇരുട്ടിലൂടെ നടന്ന് ഞങ്ങൾ സ്റ്റോക്ക് മൊറാനിലെത്തി. തുറന്നു കിടന്ന ജനാലയിലൂടെ മുറിയുടെ അകത്തേക്ക് കയറി. വിളക്കുകൾ അണച്ചു. ഞങ്ങൾ കാത്തിരുന്നു. ഹോംസ് കട്ടിലിൽ, ഞാൻ കസേരയിൽ. പിസ്റ്റൾ തയ്യാറാക്കി വെച്ചുകൊണ്ട് ഹോംസ് മന്ത്രിച്ചു, ഉറങ്ങരുത്, ശബ്ദിക്കരുത്, ചെറിയ ശബ്ദം പോലും നമ്മളെ കുഴപ്പത്തിലാക്കും. അങ്ങനെ ഞങ്ങൾ ശ്വാസമടക്കി കാത്തിരുന്നു. ഇരുട്ടിൽ സമയം ഭയത്തിൽ അലിഞ്ഞു ചേർന്നു. പുറത്തുനിന്ന് ഇടയ്ക്കിടെ രാത്രി പക്ഷികളുടെ കരച്ചിൽ കേട്ടു. ഒരിക്കൽ ജനാലയ്ക്ക് സമീപത്ത് നിന്ന് റോയിലറ്റിൻ്റെ ചീറ്റയുടെ മൃദുവായ ഞരക്കം. സമയം എത്ര കടന്നുപോയി എന്നറിയില്ല. വെന്റിലേറ്ററിൽ ഒരു നേറിയ വെളിച്ചം മിന്നായം പോലെ കണ്ടു. കത്തുന്ന എണ്ണയുടെയും ചൂടാക്കുന്ന ലോഹത്തിൻ്റെയും ഗന്ധം. ഹോംസ് ചാടി എഴുന്നേറ്റു. ഒരു തീ കത്തിച്ചു. അദ്ദേഹം തൻ്റെ വടികൊണ്ട് വീണ്ടും വീണ്ടും കിടക്കയ്ക്ക് മുകളിലുള്ള മണിക്കേറിൽ ആഞ്ഞടിച്ചു തുടങ്ങി. കണ്ടോ വാട്സൺ? പക്ഷേ പെട്ടെന്ന് കത്തിച്ച വെളിച്ചത്തിൻ്റെ തിളക്കത്തിൽ എനിക്ക് ഒന്നും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഭയത്താൽ വിളറിയ ഹോംസിൻ്റെ മുഖം മാത്രം എനിക്ക് വ്യക്തമായി. പിന്നെ ദൂരെ നിന്ന് ഒരു നിലവിളി. ഞാൻ ഹോംസിൻ്റെ നേരെ തിരിഞ്ഞു. എന്താണ്? അദ്ദേഹത്തിൻ്റെ ശബ്ദം ഗൗരവമുള്ളതായിരുന്നു. അത് കഴിഞ്ഞു. റിവോൾവർ എടുത്തോളൂ, നമുക്ക് റോയിലറ്റിൻ്റെ മുറിയിലേക്ക് പോവാം. ഞങ്ങൾ റോയിലറ്റിൻ്റെ മുറിയിലേക്ക് പാഞ്ഞു. ഡോക്ടർ കസേരയിൽ വീണ് കിടക്കുന്നു, തല പിന്നിലേക്ക്, തുറിച്ച കണ്ണുകൾ. അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞിരുന്നു. നെറ്റിയിൽ ചുറ്റിപ്പിടിച്ച് ഒരു പുള്ളിയുള്ള അണലിപ്പാമ്പ്. ഇതാണ് ആ പുള്ളി ബാൻഡ്, വാട്സൺ. ലണ്ടനിലേക്കുള്ള മടക്കയാത്രയിൽ ഹോംസ് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ശബ്ദം ശാന്തമായിരുന്നു. ഞാനൊരു തെറ്റായ നിഗമനത്തിൽ നിന്നാണ് തുടങ്ങിയത്, വാട്സൺ. ബാൻഡ് എന്ന വാക്കും ജിപ്സികളുടെ സാന്നിധ്യവും അവ തമ്മിൽ യോജിക്കുന്നുവെന്ന് സ്റ്റോക്ക് മൊറാനിൽ എത്തുന്നതുവരെ ഞാൻ വിചാരിച്ചിരുന്നു. എന്നാൽ വാതിലിലൂടെയോ ജനാലയിലൂടെയോ ആർക്കും അകത്ത് കിടക്കാൻ കഴിയില്ലെന്ന് മുറി കണ്ടപ്പോൾ വ്യക്തമായി. അങ്ങനെ എൻ്റെ ശ്രദ്ധ വെന്റിലേറ്ററിലേക്കും കിടക്കയ്ക്കരികിൽ തൂങ്ങിക്കിടക്കുന്ന മണിക്കയറിലേക്കും തിരിഞ്ഞു. കയർ ഒരു ഡമ്മിയാണെന്നും കിടക്ക നീക്കാൻ കഴിയാത്ത വിധം തറയിൽ ഉറപ്പിച്ചിരിക്കുന്നതായും കണ്ടപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് കിടക്കയിലേക്ക് കടക്കാൻ മാരകമായ എന്തോ ഒന്നിന് അത് ഒരു പാലമായി വർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ സംശയിച്ചു തുടങ്ങി. ഒരു പാമ്പിനെക്കുറിച്ചുള്ള ആശയം പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിൽ വന്നു. റോയിലോട്ട് ഇന്ത്യയിൽ നിന്ന് വിദേശ മൃഗങ്ങളെ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരുന്നുവെന്ന് അറിയാമായിരുന്നതിനാൽ അത് അർത്ഥവത്തായിരുന്നു. ഒരു നിശബ്ദ കൊലയാളി. ജൂലിയ കേട്ടിരുന്ന ആ വിസിൽ ശബ്ദം പ്രഭാതത്തിനു മുമ്പ് പാമ്പിനെ തിരികെ വിളിക്കാനുള്ള ഒരു സിഗ്നലായിരുന്നു അത്. പാല് തിരിച്ചു വരുന്ന പാമ്പിനെ ഊട്ടാൻ. ദിവസവും രാത്രി അയാൾ അതിനെ വെന്റിലേറ്ററിലൂടെ കടത്തിവിടുമായിരുന്നു. 1-2 തവണ തെറ്റിയേക്കാം, പക്ഷേ ഒടുവിൽ അത് ആളെ കടിക്കും. അയാളുടെ മുറിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇത്രയും ഊഹിച്ചിരുന്നു. വെന്റിലേറ്ററിലേക്ക് എത്താൻ അയാൾ ഉപയോഗിച്ചിരുന്ന കസേര, അതിൽ നേരിയ കാൽപ്പാട് ഉണ്ടായിരുന്നു. സേഫ്, പാൽ സോസർ, വളച്ചൊടിച്ച ചാട്ടവാർ എന്നിവ കണ്ടതോടെ ഈ കാര്യങ്ങൾ ഞാൻ സ്ഥിരീകരിച്ചു. തൻ്റെ രണ്ടാമത്തെ വളർത്തുമകളെയും കൊല്ലാൻ വേണ്ട ഒരു പെർഫെക്റ്റ് പ്ലാൻ അയാൾക്കുണ്ടായിരുന്നു. എന്നാൽ ഒടുവിൽ പാമ്പ് അതിൻ്റെ ഉടമയെ തന്നെ തിരിഞ്ഞുകൊത്തി. ഹാ വാട്സൺ, നാം ഇതാ തിരികെ ലണ്ടനിലേക്ക്.